ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിലെ മുൻവർഷ ചോദ്യപേപ്പറുകളാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. 2019 ചോദിച്ച ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇൻ ദ റിയാക്ഷൻ PB plus PbO2 plus 2H2SO4 gives 2PbSO4 plus 2H2O. Identify the following. The substance oxidized. 2. The substance reduced. 3. The oxidizing agent. Number 4. The reducing agent. ഇതിൽ ഈ ഓരോ പാർട്ടിനും 1, 2, 3, 4 ഈ ഓരോ പാർട്ടിന് ഹാഫ് മാർക്സ് വീതമാണ്. അതേപോലെ അതിൽ ബി എന്നൊരു പാർട്ടിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇതിന് 1 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഈ റിയാക്ഷനിലേക്ക് പോകാം. PB plus PbO2 plus 2H2SO4 gives 2PbSO4 plus 2H2O. ഇതിൽ നമുക്ക് ഓക്സിഡൈസ്ഡ് ആരാണ്, റെഡ്യൂസ്ഡ് ആരാണ്, ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്, റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ റിയാക്ഷനിൽ എലമെൻറ്റുകൾക്ക് ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ PB എന്നത് ഫ്രീ സ്റ്റേറ്റിലായതുകൊണ്ട് ഈ എലമെൻ്റ് ഓക്സിഡേഷൻ നമ്പർ 0. ഇനി PbO2വിൽ ഇതൊരു കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിൽ ഒരു PBയുടെയും 2 ഓക്സിജൻ്റെയും ഓക്സിഡേഷൻ നമ്പറിൻ്റെ സമ്മ് 0 ആയതുകൊണ്ട് ഇതിൽ PBക്ക് നമുക്ക് X കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു PBക്ക് 1X, അതേപോലെ 2 ഓക്സിജൻ, ഒരു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2, 2 ഓക്സിജൻ ആകുമ്പോൾ -4 അല്ലേ. ഇനി -4ഉം അതേപോലെ ഈ PBയുടെ ഓക്സിഡേഷൻ നമ്പറോട് കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടണം. എങ്കിൽ PBയുടെ വാല്യൂ +4. അതായത് ഒരു PBയുടെയും 2 ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ 0 കിട്ടണം. ഒരു ഓക്സിജൻ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്, 2 ഓക്സിജൻ -4. ഇനി -4ൻ്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും PBക്ക് ഉണ്ടാവുക. അതാണ് PBയുടെ ഈ കേസിലുള്ള ഓക്സിഡേഷൻ നമ്പർ. ഇനി അതേപോലെ PbSO4ലെ PBയുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ നമുക്ക് PbSO4ലെ SO4 എന്ന ഗ്രൂപ്പിൻ്റെ ചാർജ് SO4 2- ആണ്. ഒരു സൾഫറിൻ്റെയും 4 ഓക്സിജൻ്റെയും ഓക്സിഡേഷൻ നമ്പറിൻ്റെ സമ്മ് -2 ആയതുകൊണ്ട് ഇതിൻ്റെ ആകെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആണ്. എങ്കിൽ ഇതിനോട് നേരെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ആർക്കുണ്ടാവുക, PBക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ഈ PBയുടെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. ഓക്കെ, അപ്പോൾ ഈ PB 0യിൽ നിന്ന് എവിടേക്ക് വന്നു, +2ലേക്ക് വന്നു. അപ്പോൾ 0യിൽ നിന്ന് +2ലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ PB എന്ത് ചെയ്തു, 0യിൽ നിന്ന് +2ലേക്ക് വന്നതുകൊണ്ട് PBക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു. അതേപോലെ ഈ കേസിലുള്ള PbO2വിലെ PB +4 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണുള്ളത്. ഈ +4ലുള്ള PB വീണ്ടും +2ലേക്ക് വന്നിരിക്കുകയാണ്. +4ലെ PB +2ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷനാണ്. ഓക്കെ, ഇപ്പോൾ റിഡക്ഷൻ നടക്കുന്ന ആളെ ഓക്സിഡൈസിങ് ഏജൻ്റ് എന്നും ഓക്സിഡേഷൻ നടക്കുന്ന ആളെ റെഡ്യൂസിങ് ഏജൻ്റ് എന്ന് പറയും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ്, ഓക്സിഡേഷൻ നടന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഓക്സിഡേഷൻ നടന്നത് PB ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് PB എന്നാണ്. ഇനി അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദി സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ്, റിഡക്ഷൻ നടന്നത് ആർക്ക് എന്നാണ് ക്വസ്റ്റ്യന്. അപ്പോൾ PBക്കാണ് റിഡക്ഷൻ നടന്നത്, പക്ഷേ PB ഇൻ PbO2 എന്നാണ് ആൻസർ ചെയ്തിട്ടുണ്ട്. കാരണം PbO2വിലെ PBക്കാണ് എന്ത് ചെയ്തത്, റിഡക്ഷൻ നടന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ ആൻസർ PB ഇൻ PbO2 എന്ന ആൻസർ വരിക, PB ഇൻ PbO2. ഇനി അതേപോലെ ദി ഓക്സിഡൈസിങ് ഏജൻറ്റ് പറയുമ്പം റിഡക്ഷൻ നടന്നത് ആരാണോ അയാളെയാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ റിഡക്ഷൻ നടന്നത് ആർക്കാണ്, PB ഇൻ PbO2. കാരണം PbO2വിലെ PBക്കാണ് റിഡക്ഷൻ നടന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് PB ഇൻ PbO2. സിമിലർലി ദി റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടന്ന ആളെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുക. ഓക്സിഡേഷൻ നടന്നത് ഈ PBക്കാണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഇവിടെ PB എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 മാർക്കിൻ്റെ പാർട്ട് കഴിഞ്ഞു. അതാണ് ഓക്സിഡൈസ്ഡ് ആരാണ്, റെഡ്യൂസ്ഡ് ആരാണ്, ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ്. ഇനി ഇതേ വർഷം ചോദിച്ച B എന്ന പാർട്ട്, അതായത് വാട്ട് ഈസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ, അതിന് ആൻസർ ഞാൻ ആദ്യം പറയുന്നു.
It is the reaction in which same element undergo both oxidation and reduction. ഒരു റിയാക്ഷനകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നത് ഒരേ എലമെൻറ്റിനാണെങ്കിൽ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ 2H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ നടന്നു കഴിഞ്ഞാൽ 2H2O + O2 എന്നായിട്ട് മാറും. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിലെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. പെറോക്സൈഡുകളിലെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അതിന് കാരണം പെറോക്സൈഡ് ലിങ്കേജ് ആണ്. ഏതായാലും ഈ ഓക്സിജൻ -1 ഇനി H2O എന്ന കോമ്പൗണ്ടിലെ ഓക്സിജൻ -2 എന്ന ഓക്സിഡേഷൻ നമ്പറിലായിരിക്കും. O2 എന്ന കേസിൽ ഓക്സിജൻ ഫ്രീ സ്റ്റേറ്റിലായതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0. ഇനി -1 ഈ ഓക്സിജൻ -2 പോയി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. -1 നിന്ന് -2 പോയി കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അതുകൊണ്ട് ഇതിനെ നമുക്ക് റിഡക്ഷൻ എന്ന് വിളിക്കാം. അതേപോലെ ഇതേ -1 ഓക്സിജൻ 0 പോകുന്നു, ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു. അതുകൊണ്ട് ഈ പ്രോസസ്സിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. ഈ റിയാക്ഷനകത്ത് ഓക്സിഡേഷൻ നടന്നതും റിഡക്ഷൻ നടന്നതും H2O2 ഓക്സിജനാണ്. അതുകൊണ്ട് ഈ റിയാക്ഷനെ നമുക്ക് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ഇൻ വിച്ച് സെയിം എലമെൻറ്റ് അണ്ടർഗോ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ബാലൻസ് ദ ഫോളോയിങ് റിഡോക്സ് പ്രോസസ് ബൈ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ഓർ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. P4 സോളിഡ് plus OH minus aqueous gives PH3 gas plus HPO2 minus aqueous. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ബാലൻസ് ചെയ്യാനുള്ളത് 2 മെത്തേഡിൽ ചെയ്യാനുണ്ട്. ഒന്ന് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. 2 മെത്തേഡാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും മറ്റൊന്ന് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോൺ മെത്തേഡ്. രണ്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ബാലൻസ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം. P4 + OH- എന്ന് കാണുന്നത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ബാലൻസ് ചെയ്യേണ്ടത് ബേസിക് മീഡിയത്തിലാണ്. 2 മെത്തേഡിലും അസിഡിക് മീഡിയത്തിലും ബാലൻസിങ് ഉണ്ട്, അതേപോലെ ബേസിക് മീഡിയത്തിലും ബാലൻസിങ് ഉണ്ട്. ഇവിടെ ബേസിക് മീഡിയത്തിലാണ് ബാലൻസിങ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ എങ്ങനെയാണ് ബാലൻസിങ് എന്ന് പരിചയപ്പെടാം. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് നമ്മൾ 6 സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ മെത്തേഡിൽ ബാലൻസിങ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നെ എടുത്ത് എഴുതുന്നു. ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ P4 + OH- gives PH3 + HPO2-. ഈ ഇക്വേഷൻ ഞാൻ P4 OH ഇല്ലാതെയാണ് എഴുതുന്നത്. P4 gives PH3 + HPO2-. ഓക്കെ, അതായത് ഇതിൽ തന്നിരിക്കുന്ന OH- കാരണം അത് മീഡിയത്തെ സൂചിപ്പിക്കാനാണ്. നമ്മളിവിടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ 5ാമത്തെ സ്റ്റെപ്പിൽ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി OH- ചേർത്തുകൊണ്ട് ബാലൻസിങ് നടത്തുമ്പോൾ OH- വന്നോളും. ഓക്കെ, അതുകൊണ്ട് P4 gives PH3 + HPO2- എന്ന് എഴുതാം. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2ൽ വീണ്ടും ഇതേ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗിവൺ ഇക്വേഷൻ എഴുതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുന്നു. ഇനി ഇവിടെ റിയാക്റ്റൻ സൈഡിൽ ഒരു P4 ആണ് കാണുന്നത്. പ്രൊഡക്റ്റ് സൈഡിൽ ഇവിടെയും P ഉണ്ട്, അതേപോലെ ഇവിടെയും ഫോസ്ഫറസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ P4-നെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു, 2 ചേർത്ത് എഴുതുന്നു. ഓക്കെ, P4 + P4. ഓക്സിഡേഷൻ നമ്പർ ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ എഴുതുന്നത് PH3 + HPO2-. അതായത് 3ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതും കുറയുന്നതും കണ്ടുപിടിക്കാനുണ്ട്. ആ സമയത്ത് സംശയം വരാതിരിക്കാനാണ് ഇങ്ങനെ എടുത്ത് എഴുതി വെച്ചത്. ഓക്കെ, P4 + P4 gives PH3 + HPO2-. ഈ P4-ലുള്ള ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0, കാരണം ഫോസ്ഫറസ് ഫ്രീ സ്റ്റേറ്റിലാണ്. ഈ P4-ൻ്റെയും ഓക്സിഡേഷൻ നമ്പർ 0. ഇനി PH3-ൽ ഒരു ഫോസ്ഫറസിൻ്റെയും 3 ഹൈഡ്രജൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ 0 എങ്കിൽ നോക്കൂ, ഫോസ്ഫറസ് X കൊടുക്കാം. 3 ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ +1 ആണ്, 3 ഹൈഡ്രജൻ +3.
എങ്കിൽ ഫോസ്ഫറസിൻ്റെത് വരിക -3. കാരണം സമ്മ് 0 ആയിരിക്കണം. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തു, സമ്മ് 0 ആയിരിക്കണം. അതുകൊണ്ട് ഒരു 3 ഹൈഡ്രജൻ +3 ആകുമ്പം ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ഈ ഫോസ്ഫറസിന് വരിക. ഇനി അതേപോലെ നമുക്കിവിടെ എക്സ് കൊടുത്തൊന്ന് കണ്ടുപിടിക്കാം ഈ ഫോസ്ഫറസിൻ്റെത്. അതായത് ഒരു ഹൈഡ്രജൻ്റെയും ഒരു ഫോസ്ഫറസിൻ്റെയും 2 ഓക്സിജൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ -1 എന്നാണ് കിട്ടേണ്ടത്. എങ്കിൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 1 × +1 ദറ്റ് ഈസ് ഫോർ ഹൈഡ്രജൻ. ഇനി ഫോസ്ഫറസിൻ്റെ കേസിൽ 1 × x പ്ലസ് 2 ഓക്സിജൻ 2 × -2 സം ഈസ് ഈക്വൽ ടു -1. സോ 1 × 1 +1 പ്ലസ് 1 × x പ്ലസ് ഇൻറ്റു മൈനസ് 2 × 2 4 that is equal to -1. So +1 and -4 that become -3. X -3 equal to -1. X equal to -1. This -3 ഇങ്ങോട്ട് പോകുമ്പോൾ +3 ആകും. സോ x equal to +2. ഓക്കെ, ഇങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ എക്സ് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഏതായിരുന്നാലും ഈ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് +2 എന്നാണ്. എക്സ് ഈക്വൽ ടു +2. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റെപ്പ് 3ലേക്ക് പോകാം. സ്റ്റെപ്പ് 3 ഇതേ ഇക്വേഷൻ എടുത്ത് എഴുതാം. P4 + P4 gives PH3 + HPO2-. ഇതിൽ ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ നേരത്തെ എഴുതി 0. ഈ ഫോസ്ഫറസ് 0. ഇനി ഈ ഫോസ്ഫറസ് -3, ഈ ഫോസ്ഫറസ് +2. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3ൽ നമ്മൾ ചെയ്യേണ്ടത് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതും അതേപോലെ കുറയുന്നതും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്സിഡേഷൻ നമ്പർ ആർക്കാണ് കൂടിയത് ആർക്കാണ് കുറഞ്ഞത് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ നമ്പറുകൾ ഈക്വൽ ആക്കുക. ഓക്കെ, സോ ഫോസ്ഫറസ് 0യിൽ നിന്ന് -3യിലേക്ക് പോയി ഈ കേസിൽ, എങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് ബൈ 3. അതേപോലെ ഈ കേസിൽ ഈ ഫോസ്ഫറസ് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഫോസ്ഫറസ് 0യിൽ നിന്ന് +2യിലേക്ക് പോയി കഴിഞ്ഞാൽ 2 കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ബൈ 2. ഒരു കേസിൽ വരുന്നത് 3 ആണ്, മറ്റൊരു കേസിൽ വരുന്നത് 2 ആണ്. നമുക്കിത് ഈക്വൽ ആക്കണം. അതിന് ഞാൻ വേണ്ടി 2 നമ്പറിനെയും 6ലേക്ക് കൊണ്ടുപോകുന്നു. 6ലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിനാ? ഈ നമ്പറുകൾ ഈക്വൽ ആകാൻ വേണ്ടി, ഈ നമ്പറും ഈക്വൽ ആകാൻ വേണ്ടി. ഒന്നിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മറ്റൊന്ന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നിങ്ങൾ ഇങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 എന്നുള്ളത് ഈ ഫോസ്ഫറസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2P4 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത 3 ഇല്ലേ, ആ 3 നമുക്ക് ഇവിടെയും കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് എഴുതാം. എവിടെയാണോ നിങ്ങൾ കണക്ട് ചെയ്തത് അവിടെ ആ റിയാക്റ്റിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പ്രൊഡക്റ്റ് സൈഡിൽ ചേർക്കാൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വരുന്നുണ്ട്. അതുകൊണ്ട് റിയാക്റ്റിൻ്റെ സൈഡിൽ മാത്രം ചേർത്താൽ മതിയാകും. ഓക്കെ, കിട്ടിയ ഈ ആൻസർ നമ്മൾ സ്റ്റെപ്പ് 4ലേക്ക് എടുത്ത് എഴുതുന്നു. അതായത് 2P4 + 3P4 gives PH3 + HPO2-. ഓക്കെ, ഈ കിട്ടിയ കാര്യം തന്നെ അടുത്തെഴുതി. ഇനി ഈ 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള എലമെൻസിനെ ബാലൻസ് ചെയ്യുക. ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത എലമെൻസിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ നോക്കുമ്പോൾ 2 × 4 8 ഫോസ്ഫറസ് ഇവിടെ ഉണ്ട്. എങ്കിൽ ഇതിനെ നമ്മൾ നേരത്തെ കണക്ട് ചെയ്തത് PH3യിലേക്കാണ്. അതുകൊണ്ട് ഇവിടേക്ക് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ 2 × 4 8. ഇവിടെ ഒരു PH3 ആണുള്ളത്. ഒരു PH3യിൽ ഒരു ഫോസ്ഫറസ് ഉള്ളത്. അതുകൊണ്ട് ഇതിന് മുമ്പിൽ ഞാനൊരു 8 എന്ന് ചേർക്കുന്നു. ഓക്കെ, അപ്പോൾ 2 × 4 8. ഇവിടെ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് 8 × PH3 8 ഫോസ്ഫറസ്. ഇനി ഇതേപോലെ 3 × 4 12 ഫോസ്ഫറസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഫോസ്ഫറസ് ഉള്ളത്, അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലും ഒരു 12 എന്ന് ചേർക്കുന്നു. ഓക്കെ, ഈ 4ാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ആൻസർ നമ്മൾ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് എടുത്ത് എഴുതി. 2P4 + 3P4 ദാറ്റ് ഈസ് 5P4. ഓക്കെ, ഇത് 2 + 3 5P4 എന്ന് എടുത്തെഴുതി. ഇനി ഇവിടെ കിട്ടിയ 8 PH3 താഴോട്ട് എടുത്തെഴുതി. അതേപോലെ 12 HPO2- അതും എടുത്തെഴുതി. ഓക്കെ, ഇനി നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്
ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി OH മൈനസ് ചേർക്കുക. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി OH മൈനസ് ചേർക്കുക. കാരണം മീഡിയം ബേസിക് ആണ്. ബേസിക് മീഡിയത്തിൽ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി OH മൈനസാണ് ചേർക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ 0 ഓക്സിജൻ ആണ്, അഥവാ ഓക്സിജൻ ഇല്ല. ഇനി അതേപോലെ ഇവിടെ നോക്കുമ്പോൾ ഓക്സിജൻ ഇല്ല. ഇവിടെ 12 × 2 ദാറ്റ് ഈസ് 24. 12 × 2 24 ഓക്സിജൻ ആണ് റൈറ്റ് സൈഡിലുള്ളത്. അതുകൊണ്ട് ഒരു ഓക്സിജന് വേണ്ടി ഒരു OH മൈനസ് ആണ് ചേർക്കേണ്ടത്. അതുകൊണ്ട് 24 ഓക്സിജന് വേണ്ടി 24 OH മൈനസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ചേർക്കാം. ഓക്സിജൻ കുറവുള്ള ഭാഗത്താണ് OH മൈനസ് ചേർക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ 24 OH മൈനസ് എന്ന് ചേർത്തു. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന 5ാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ആൻസർ വീണ്ടും 6ാമത്തെ സ്റ്റെപ്പിലേക്ക് എടുത്തെഴുതി. 5P4 + 24 OH മൈനസ് ഗിവ്സ് 8PH3 + 12 HPO2 മൈനസ്. ഇനി നമ്മൾ ഈ സ്റ്റെപ്പിൽ ബാലൻസ് ചെയ്യേണ്ടത് ഹൈഡ്രജനെയാണ്. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് H2O ആണ്. എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ ഒരു ഹൈഡ്രജന് വേണ്ടി ഒരു H2O ചേർക്കുക. അങ്ങനെ H2O ചേർത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ OH മൈനസ് അതേ നമ്പർ ചേർക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റിൽ നമുക്ക് കാണാം ഹൈഡ്രജൻ്റെ എണ്ണം. ഈ OH മൈനസിനകത്ത് ഓരോ OH മൈനസിലും ഓരോ ഹൈഡ്രജൻ ഉണ്ട്. 24 OH മൈനസിൽ 24 ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇനി ഇതേപോലെ നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഹൈഡ്രജൻ്റെ എണ്ണവും കൗണ്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ PH3യിൽ 8 × 3 ദാറ്റ് ഈസ് 24. 8 × 3 പ്ലസ് അതേപോലെ ഇവിടെ 12 HPO2ൽ എന്താ 12 ഹൈഡ്രജൻ അവിടെയുണ്ട് അല്ലേ. സോ 12 + 8 × 3 24 + 12 ദാറ്റ് ഈസ് 36 ഹൈഡ്രജൻ. ലെഫ്റ്റിൽ ഹൈഡ്രജൻ്റെ എണ്ണം 24, റൈറ്റിൽ ഹൈഡ്രജൻ എണ്ണം 36. അപ്പോൾ ഹൈഡ്രജൻ്റെ എണ്ണത്തിലുള്ള ഡിഫറൻസ് 12 ആണ്. കുറവുള്ളത് ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ 12 H2O ചേർക്കുക. സോ 12 H2O എന്നിവിടെ ചേർത്തി. ഇനി H2O ചേർത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അഥവാ റൈറ്റ് സൈഡിൽ ഇതേ നമ്പർ OH മൈനസ് ചേർക്കണം. അതുകൊണ്ട് ഇവിടെ 12 OH മൈനസ് എന്നും ചേർക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ടേമുകൾ കട്ട് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതോടുകൂടി ബാലൻസിങ് കംപ്ലീറ്റ് ആകും. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന OH മൈനസ് ഇവിടെ 24 OH മൈനസ് ഉണ്ട്, ഇവിടെ 12 OH മൈനസ് ഉണ്ട്. നമുക്ക് ക്യാൻസൽ ചെയ്യാം. ലെഫ്റ്റിൽ കൂടുതൽ എണ്ണം 24 ഉണ്ട്, അവിടെ 12 ഉണ്ട്. 24 - 12 എന്ന രൂപത്തിലാണ് ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പോൾ 24 OH മൈനസും അതേപോലെ 12 OH മൈനസ് നമ്മൾ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 12 OH മൈനസ് എന്നാണ് എടുത്തെഴുതാനുണ്ടാവുക. ഓക്കെ, സോ ദി ആൻസർ 5P4 + 12 OH മൈനസ് plus 12 H2O gives 8PH3 plus 12 HPO2 minus. That is a final answer. ഓക്കെ, ഇതാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ ബേസിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്യാനുള്ള മെത്തേഡ്. ഇനി ഇതിൽ മീഡിയം അസിഡിക് ആണെങ്കിൽ ഈ OH മൈനസ് ചേർത്തതിന് പകരം നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി H2O ആണ് ഉപയോഗിക്കുക. അതേപോലെ ഈ സ്റ്റെപ്പിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ H+ ആണ് ചേർക്കുക എന്നതാണ് ചേഞ്ച്. ഇനി നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് അടുത്ത മെത്തേഡിൽ അഥവാ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഈ മെത്തേഡിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാമെന്നാണ് ചെയ്ത് നോക്കാനുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ 7 സ്റ്റെപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ബാലൻസിങ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്തെഴുതുന്നു. സ്റ്റെപ്പ് 1 സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്തെഴുതുന്നു. P4 പ്ലസ് OH മൈനസ് നമ്മൾ നേരത്തെ ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെയും അവിടെ ഞാൻ എടുത്തെഴുതുന്നില്ല. P4 gives PH3 പ്ലസ് HPO2 മൈനസ്. ഇതേ ഇക്വേഷൻ എടുത്തെഴുതി. സ്റ്റെപ്പ് 1ൽ ഇതേ ഇക്വേഷൻ എടുത്തെഴുതുന്നു. നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ഇക്വേഷൻ എടുത്തെഴുതുന്നു. P4 gives PH3 പ്ലസ് HPO2. അതോടുകൂടി സ്റ്റെപ്പ് 1 അവസാനിച്ചിരിക്കുന്നു. സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഇവിടെ ഒരു റിയാക്റ്റൻ്റ് 2 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഈ റിയാക്റ്റൻ്റ് രണ്ടായിട്ട് നേരത്തെ എഴുതിയതുപോലെ എഴുതിയിട്ട് എന്ത് ചെയ്യണം, 2 സ്റ്റെപ്പാക്കി മാറ്റണം അല്ലേ, അല്ലെങ്കിൽ 2 പാർട്ടാക്കി മാറ്റാം. ദാറ്റ് ഈസ് P4 gives PH3. ഓക്കെ, ഇത് പാർട്ട് 1, അതായത് ഫോസ്ഫറസ് PH3 ആയിട്ട് മാറുന്നു. അതായത് അതേപോലെ തന്നെ P4 gives HPO2
മൈനസ് HPO2 മൈനസ് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ഇതാണ് സ്റ്റെപ്പ് 2ൽ സ്പ്ലിറ്റ് ദ ഇക്വേഷൻ ഇൻ ടു 2 എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി സ്റ്റെപ്പ് 3ലേക്ക് പോകാം. നമുക്ക് ഇതേ കാര്യം നമ്മൾ സ്റ്റെപ്പ് 3ൽ എടുത്ത് എഴുതുന്നു. P4 gives PH3. അതേപോലെ P4 gives HPO2 മൈനസ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ള എലമെൻസിനെ ബാലൻസ് ചെയ്യുക. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള എലമെൻസിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ലെഫ്റ്റിൽ 4 ഫോസ്ഫറസ് ഉണ്ട്, റൈറ്റിൽ ഒരു ഫോസ്ഫറസേ ഉള്ളത്. അതുകൊണ്ട് ഈ ഫോസ്ഫറസിൻ്റെ അഥവാ PH3യുടെ ഫ്രണ്ടിൽ ഒരു 4 എന്ന് ചേർത്ത് കൊടുക്കുന്നു. അതേപോലെ ഇവിടെയും 4 ഫോസ്ഫറസ് ലെഫ്റ്റിലുണ്ട്, റൈറ്റിൽ 1 ഫോസ്ഫറസ്. സോ യു ക്യാൻ പുട്ട് 4 in front of this HPO2 minus. So P4 gives 4 PH3, P4 gives 4 HPO2 minus. സ്റ്റെപ്പ് 3ൽ കിട്ടിയ നമ്മൾ ഈ ഇക്വേഷൻ എടുത്ത സ്റ്റെപ്പിലേക്ക് എടുത്ത് എഴുതുന്നു. P4 gives 4 PH3, P4 gives 4 HPO2 മൈനസ്. സോ ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഓക്സിജനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക് മീഡിയത്തിൽ നിങ്ങൾക്കറിയാം ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി OH മൈനസ് ആണ് ചേർക്കേണ്ടത്. ഈ പാർട്ടിൽ ലെഫ്റ്റിലും റൈറ്റിലും ഓക്സിജൻ ഇല്ല, അതുകൊണ്ട് ബാലൻസിങ് ഇല്ല. എന്നാൽ താഴെയുള്ള പാർട്ടിൽ ഇവിടെ ലെഫ്റ്റിൽ 0 ഓക്സിജൻ ആണ്, എന്നാൽ റൈറ്റ് സൈഡിൽ 4 into 2 8 ഓക്സിജൻ ഉണ്ട്. സോ 8 ഓക്സിജൻ റൈറ്റിൽ കൂടുതലാണ്, കുറവുള്ളത് ലെഫ്റ്റിലാണ്. ഒരു ഓക്സിജന് വേണ്ടി ഒരു OH മൈനസ്, 8 ഓക്സിജന് വേണ്ടി 8 OH മൈനസ്. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 4. ഇനി സ്റ്റെപ്പ് 5ലേക്കാണ് നമുക്ക് പോകാനുള്ളത്. സ്റ്റെപ്പ് 4ൽ കിട്ടിയ ആൻസർ സ്റ്റെപ്പിലേക്ക് എടുത്ത് എഴുതി. P4 gives 4 PH3. ഇനി അതേപോലെ സ്റ്റെപ്പ് 4ൽ കിട്ടിയ P4 പ്ലസ് 8 OH മൈനസ് gives 4 HPO2 മൈനസ്. ഇനി നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത് ഹൈഡ്രജനെയാണ്. ലെഫ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 0 ഹൈഡ്രജനാണ് ഈ പാർട്ടിലുള്ളത്. അതേപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 4 into 3 that is 12 ഹൈഡ്രജൻ ഉണ്ട്. 12 ഹൈഡ്രജൻ. ഇനി ഈ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഹൈഡ്രജന് വേണ്ടി H2O ആണ് ചേർക്കേണ്ടത്. H2O എവിടെ ചേർക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ നമ്പർ OH മൈനസ് ചേർക്കണം. എങ്കിൽ ലെഫ്റ്റിൽ 12 ഹൈഡ്രജൻ്റെ കുറവുണ്ട്, ആ 12 ഹൈഡ്രജന് വേണ്ടി 12 H2O തന്നെ ചേർക്കുന്നു. 12 H2O ചേർത്തു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതേ നമ്പർ OH മൈനസ് ചേർക്കുന്നു, 12 OH മൈനസ്. ഓക്കെ, ഇനി അതേപോലെ തൊട്ടടുത്ത പാർട്ടിലല്ലേ, അതായത് ഇവിടെ 8 OH മൈനസിനകത്ത് 8 ഹൈഡ്രജൻ ഉണ്ട്. എന്നാൽ റൈറ്റ് സൈഡിലേക്ക് നോക്കാം. റൈറ്റ് സൈഡിൽ 4 HPO2-ൽ 4 ഹൈഡ്രജനാണ് ഉള്ളത്. ഒരു ഹൈഡ്രജന് വേണ്ടി ഒരു H2O, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു OH മൈനസ്. അതാണ് നമ്മളെ മെത്തേഡ്. അപ്പോൾ അതിൽ 8 ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ ഡിഫറൻസ് വരുന്നത് 4 ആണ്. അതുകൊണ്ട് 4 ഹൈഡ്രജന് വേണ്ടി 4 H2O ചേർക്കുന്നു. 4 H2O ചേർത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്ത് അഥവാ ലെഫ്റ്റ് സൈഡിൽ 4 OH മൈനസ് വീണ്ടും ചേർക്കുന്നു. സ്റ്റെപ്പ് 5ൽ കിട്ടിയ ഇതേ ആൻസർ നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതുന്നു. അതായത് സ്റ്റെപ്പ് 6ൽ P4 plus 12 H2O gives 4 PH3 plus 12 OH minus. ഓക്കെ, അതേപോലെ സെക്കൻഡ് പാർട്ട് P4 പ്ലസ് 8ഉം 4, 8 OH മൈനസ് ഇവിടെ ഉണ്ട്, 4 OH മൈനസ് ഉണ്ട്. 8 plus 4 12 OH മൈനസ് gives 4 HPO2 മൈനസ് പ്ലസ് 4 H2O. ഈ സ്റ്റെപ്പ് 5ൽ കിട്ടിയ ആൻസർ നമ്മൾ സ്റ്റെപ്പ് 6ലേക്ക് എടുത്തെഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റെപ്പ് 6ൽ ബാലൻസ് ചെയ്യേണ്ടത് ഓക്സിഡേഷൻ നമ്പറാണ്. ഓക്സിഡേഷൻ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺസ് ചേർക്കുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്സിഡേഷൻ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺസ് ചേർക്കുക. ബാലൻസ് ഓക്സിഡേഷൻ നമ്പർ ബൈ ആഡിങ് ഇലക്ട്രോൺസ്. അതിനുവേണ്ടി ലെഫ്റ്റിലുള്ള സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ നമുക്ക് നോക്കാം. P4ൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. H2O എന്നത് ന്യൂട്രൽ മോളിക്യൂൾ ആയതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ലെഫ്റ്റിലുള്ള ഓക്സിഡേഷൻ നമ്പറിൻ്റെ സമ്മ് 0 ആണ്. അതേപോലെ ഇവിടെ PH3 ന്യൂട്രൽ മോളിക്യൂൾ ആയതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇനി ഒരു OH മൈനസിൻ്റെ ചാർജാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. OH മൈനസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1. 12 OH മൈനസ് ഉള്ളത് കൊണ്ട് 12 × -1 ദാറ്റ് ഈസ് -12. ഓക്കെ, ഇനി ഇവിടെ ലെഫ്റ്റിലുള്ള ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, റൈറ്റിലുള്ളത് -12 ആണ്. ഈ -12ലേക്ക് 0 എത്തിക്കാൻ വേണ്ടി ഞാൻ ലെഫ്റ്റ് സൈഡിൽ
12 ഇലക്ട്രോൺസ് ചേർക്കുന്നു. കാരണം ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് -1 ആണ്. 12 ഇലക്ട്രോണിൻ്റെ ചാർജ് 12 × -1 -12 0 -12 -12 ആയി ഇവിടെയും ഓൾറെഡി -12 ആണുള്ളത്. ഓക്കെ, ഇനി അതേപോലെ തൊട്ടടുത്ത പാർട്ടിൽ 12OH- P4 ഇവിടെയും 0 ആണ്. ഇനി ഇവിടെ 12OH- -12 വരുന്നു. ഇനി അതേപോലെ HPO2- ഒരു HPO2വിൻ്റെ ചാർജ് അഥവാ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. -1 × 4 ദാറ്റ് ഈസ് -4. 4 × -1 ദാറ്റ് ഈസ് -4. H2O ന്യൂട്രൽ ആയതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് സമം 0 ആണ്. ഓക്കെ, സോ -12ഉം -4ഉം തമ്മിലുള്ള ഡിഫറൻസ് 8 ആണ്. അതുകൊണ്ട് ആ 8ൽ നമ്മൾ എവിടെയാണോ ഓക്സിഡേഷൻ നമ്പർ കൂടുതലുള്ളത് ആ ഭാഗത്താണ് നമ്മൾ ഇലക്ട്രോൺസ് ചേർക്കുന്നത്. ഓക്സിഡേഷൻ നമ്പർ ഇവിടെ -12 ആണ്, ഇവിടെ -4 ആണ്. -4 ആണല്ലോ വലുത്, അതുകൊണ്ട് ഇവിടെ 8 ഇലക്ട്രോൺസ് ചേർക്കുന്നു. 8 ഇലക്ട്രോൺസിൻ്റെ ഫലമായിട്ട് -8 വരുന്നു. -8ഉം -4ഉം -12 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. സ്റ്റെപ്പ് 7. നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അതേപോലെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി ഈ ഇക്വേഷൻ 1-നകത്ത് 12 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇക്വേഷൻ 2-നകത്ത് 8 ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ ഇലക്ട്രോൺസ് ഈക്വൽ ആക്കിയിട്ട് വേണം സ്റ്റെപ്പ് 7ൽ നമുക്ക് ഇക്വേഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് അകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഈക്വൽ ആകണം. ഇവിടെ 12 ഇലക്ട്രോൺസ് ആണ്, ഇവിടെ 8 ഇലക്ട്രോൺസ് ആണ്. അത് നമുക്ക് 24ലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഈക്വൽ ആകും. അതുകൊണ്ട് ഇക്വേഷൻ 1-നെ പൂർണ്ണമായിട്ടും നമുക്കൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ ഇക്വേഷൻ 2-നെ, കാരണം 2 × 12 ദാറ്റ് ഈസ് 24. ഇനി ഇക്വേഷൻ 3-ൽ വരുന്നത് ഇക്വേഷൻ 2-ൽ വരുന്നത് 8 ഇലക്ട്രോൺസ് ആണ്. 8 ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 ഇലക്ട്രോൺസ് കിട്ടും. അത് ഇലക്ട്രോൺസ് ഈക്വൽ ആക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയ ഇക്വേഷൻ ഞാൻ ഇവിടേക്ക് എടുത്ത് എഴുതി. P4 + 12H2O + 12 ഇലക്ട്രോൺ ഗിവ്സ് 4pH3 + 12OH-. ഇനി ഈ ഇക്വേഷനെ കംപ്ലീറ്റ് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇലക്ട്രോൺസിൻ്റെ എണ്ണം 24 ആക്കാൻ വേണ്ടി. സോ ഇവിടെ ഇക്വേഷൻ 1 × 2 അല്ലേ, ദറ്റ് ഈസ് ഇക്വേഷൻ 1-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 2P4. ഈ 12 എന്താകും 24 ആയി മാറും. ഇനി അതേപോലെ ഇവിടെയുള്ള 12 24 ആകും. ഓക്കെ, ഇവിടെയുള്ള 4 × 2 8 ആകും. അതേപോലെ ഇവിടെയുള്ള 12 24 ആകും. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇനി അടുത്ത ഇക്വേഷൻ അഥവാ ഇക്വേഷൻ 2 എടുത്ത് എഴുതിയിട്ടുണ്ട്. P4 + 12OH- gives 4HPO2- + 4H2O + 8 ഇലക്ട്രോൺ. ഈ ഇക്വേഷൻ നമുക്ക് കംപ്ലീറ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള 8 ഇലക്ട്രോൺസ് 24 ആയി മാറും. അതുകൊണ്ട് കംപ്ലീറ്റ് ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ P4-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3P4. ഇവിടെ 12-നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 12 36. ഇനി ഇവിടെയുള്ള 4 എന്ത് ചെയ്യുന്നു 12 ആയിട്ട് മാറുന്നു. 4 × 3 12. 4 × 3 ഇവിടെയും 12. 8 × 3 ദറ്റ് ഈസ് 24. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇക്വേഷൻ 3-ലും ഇക്വേഷൻ 4-ലും 24 ഇലക്ട്രോൺസ് എന്ന് തന്നെയാണുള്ളത്. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് ആഡ് ചെയ്യാം. നമുക്ക് ലെഫ്റ്റിലുള്ളത് ആഡ് ചെയ്യാം. അഥവാ ലെഫ്റ്റിലുള്ള ടേമുകൾ ഇവിടെ 2P4 കാണാം, ഇവിടെ 3P4 കാണാം. 2 + 3 ദറ്റ് ഈസ് 5P4. ഇനി അതേപോലെ ഇവിടെ 24H2O, പിന്നെ വരുന്നത് ഒരു 24 ഇലക്ട്രോൺസ് ഉണ്ട്. 24 ഇലക്ട്രോൺസ്, പിന്നെ ഒരു 36 OH- കാണാം, +36 OH-. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ടേമുകൾ 1 2 3 4 5 ടേംസ് എഴുതി. അതായത് ഇത് 2 + 3 കളക്റ്റീവായിട്ട് എഴുതി, ബാക്കി 3 ടേംസും എഴുതി വെച്ചു. ഇനി റൈറ്റ് സൈഡ് എഴുതാം. ഗിവ്സ് റൈറ്റിൽ വരുന്നത് 1 2 3 4 5 ടേംസ് ആണ്. ആ ടേംസ് എടുത്ത് എഴുതുന്നു. 8pH3 ആണ് ഫസ്റ്റ് ടേം, പ്ലസ് 24 OH- പ്ലസ് 12 HPO2- 12 HPO2- പ്ലസ് 12 H2O plus 24 ഇലക്ട്രോൺസ്.
24 ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി ലെഫ്റ്റിലും റൈറ്റിലും കോമൺ ആയിട്ട് വരുന്ന ടേമുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡിനകത്ത് 24 H2O നമുക്ക് കാണാം. അതേപോലെ റൈറ്റ് സൈഡിൽ 12 H2O കാണാം. ഈ 12 H2O 24 H2Oയിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 12 H2O എന്നാണ് റിസൾട്ട് വരിക. ഓക്കെ, ഇനി അതേപോലെ ലെഫ്റ്റിൽ 24 ഇലക്ട്രോൺസ് കാണാം, അതേപോലെ റൈറ്റിൽ 24 ഇലക്ട്രോൺസ് ഉണ്ട്, അത് കട്ട് ചെയ്യാം. ഇനി അതേപോലെ ലെഫ്റ്റ് സൈഡിൽ 36 OH മൈനസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ 24 OH മൈനസ് ആണ്. ആ 36 OH മൈനസും 24 OH മൈനസും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 OH മൈനസ് എന്നാണ് ഇവിടെ ബാക്കി വരിക. ഓക്കെ, സോ അവർ ഫൈനൽ ആൻസർ ഈസ് 5P4 പ്ലസ് 12 H2O പ്ലസ് 12 OH മൈനസ് gives 8PH3 പ്ലസ് 12 HPO2 മൈനസ്. ഇതാണ് രണ്ടാമത്തെ മെത്തേഡിൽ നമുക്ക് ബാലൻസിങ്ങിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ട് മെത്തേഡിലും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുക, സെയിം ആൻസർ തന്നെയാണ് കിട്ടുക.